നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങളും ആസൂത്രണങ്ങളും മെനയുന്ന തിരക്കിലാണ് പാർട്ടികളും മുന്നണികളും. അതിവേഗത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനേക്കാൾ വേഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാനത്ത് നടക്കാനിരിക്കുകയാണ്. ഏത് വിധേനയും കേരളം പിടിക്കേണ്ടതിന്റെ ആവശ്യകത മുന്നണികൾക്ക് ഒരേപോലെയാണ്. കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലില്ലാത്ത കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ന് ഭരണം കിട്ടിയേ തീരൂ. അത് നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. രാജ്യത്ത് കേരളത്തിൽ മാത്രം ഭരണമുള്ള CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിക്കും ഭരണമേറെ അത്യാവശ്യമാണ്. സംസ്ഥാനത്തെ BJPക്ക് പുതിയ നേതൃത്വമാണ് ഉള്ളത്. ഏറെ പ്രതീക്ഷകളോടെയായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ കേരളത്തിലേക്കുള്ള കടന്നുവരവ്. ആ നിലയിൽ BJPയും വരുന്ന തെരഞ്ഞെടുപ്പുകളെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. UDF-നാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ആശങ്കകളുള്ളത്. പല ജില്ലകളിലും വലിയ മേൽക്കോയ്മ ഇടതുപക്ഷത്തിനുണ്ട്. കണ്ണൂർ ജില്ലയാണ് എല്ലാ കാലത്തും ചെങ്കോട്ട എന്ന് വിളിക്കപ്പെടുന്നതെങ്കിലും കണ്ണൂരിനേക്കാൾ വലിയ ചെങ്കോട്ടകൾ കേരളത്തിലുണ്ട്. ആ ചെങ്കോട്ടകൾ പൊളിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭരണത്തിലേക്ക് തിരികെ എത്തുവാൻ UDF-ന് കഴിയില്ല. അത്തരത്തിൽ ഒരു ചെങ്കോട്ട തന്നെയാണ് തൃശൂർ ജില്ല. ഇവിടെയുള്ള 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 12 പിടിച്ചെടുത്താണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ചെങ്കൊടി പാറിച്ചിരുന്നത്. അതായത് 2016-ന്റെ തനി ആവർത്തനം തന്നെ 2021-ലും തൃശൂരിൽ സംഭവിച്ചു. കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് അത് വലിയ ഒരു ഷോക്ക് തന്നെയായിരുന്നു. ചാലക്കുടിയിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത്. ഒരു കാലത്ത് ലീഡർ K കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശൂരിൽ കരുണാകരന്റെ മരണശേഷവും സ്വാധീനം നിലനിർത്താൻ ഉമ്മൻചാണ്ടി നിരന്തരം ഇടപെടൽ നടത്തിയിരുന്നു. എന്നാൽ 2016-ൽ ഭരണ തുടർച്ചയെന്ന ഉമ്മൻചാണ്ടിയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ച് തൃശൂർ ജില്ലയിലും വൻ മുന്നേറ്റമാണ് ഇടതുപക്ഷം കാഴ്ചവെച്ചിരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന് ജനങ്ങൾ നൽകാത്ത തുടർഭരണം 2021-ൽ പിണറായി സർക്കാരിന് നൽകിയതോടെ തൃശൂരിലും UDF തകർന്നടിയുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഏക സീറ്റായ ചാലക്കുടിയിൽ നിന്നും നേരിയ മാർജിനിൽ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചത്. UDF ഏറെ പ്രതീക്ഷയർപ്പിച്ച തൃശൂർ, കുന്നംകുളം, ഇരിങ്ങാലക്കുട, ഗുരുവായൂർ മണ്ഡലങ്ങളും അവരെ കൈവിടുകയാണ് ഉണ്ടായത്. തൃശൂരിൽ കനത്ത പോരാട്ടത്തിനു ശേഷമാണ് തോൽവി സമ്മതിച്ചതെന്ന് മാത്രം കോൺഗ്രസിന് ആശ്വസിക്കാം. എന്നാൽ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഗുരുവായൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത് വലിയ മാർജിനിലായിരുന്നു എന്നത് ലീഗ് നേതൃത്വത്തെയും ഞെട്ടിപ്പിച്ചിരുന്നു. അതേസമയം പല നിയമസഭാ സീറ്റുകളും BJPക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് സംഘപരിവാർ നേതൃത്വം കണക്കുകൂട്ടുന്നത്. BJP സാന്നിധ്യം വെല്ലുവിളിയാകുമെന്ന് കണ്ട് തൃശൂരിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്താണ് സുരേഷ് ഗോപി വിജയിച്ചതെന്ന പ്രചരണമാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലീഡർ K കരുണാകരന്റെ തട്ടകം എന്ന നിലയിൽ വലതു മനസ്സിനോട് ചായ്വുള്ള ജില്ലയാണ് തൃശൂർ എന്ന് കരുതിയ കോൺഗ്രസിന് BJP അവരുടെ വോട്ടുകൾ ചോർത്തുന്നത് വലിയ ഭീഷണി തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായിരുന്ന തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരന് 3-ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നതും അതുകൊണ്ടാണ്. 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തൃശൂർ മണ്ഡലത്തിൽ നിന്നും സുരേഷ് ഗോപി വിജയിച്ചിരുന്നത്. 2-ാം സ്ഥാനത്തെത്തിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന് തൽക്കാലം പിടിച്ചു നിൽക്കാൻ ആയുധമായിട്ടുണ്ട്. എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇടതുപക്ഷവും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. UDF അതീവ ജാഗ്രത തന്നെ തൃശൂരിൽ പുലർത്തേണ്ടതുണ്ട്. തൃശൂർ കിട്ടാതെ പോയാൽ UDF കേരളത്തിലെ ഭരണം നോക്കുക പോലും വേണ്ട.